എന്റെ അടുത്ത സിനിമ എന്ന് പറഞ്ഞാല് ഞാനിപ്പോ നായാട്ടിനെ കുറിച്ച് പറഞ്ഞില്ലേ, അതിലെ റൈറ്റർ ഉണ്ട്. പുള്ളിയുടെ പേര് ഷാഹിദ് എന്നാണ്. പുള്ളിയുടെ ആദ്യത്തെ സിനിമ ഉണ്ട്. പുള്ളി എന്ന് വെച്ചാൽ പുള്ളിയുടെ സിനിമ ഇതിനു മുമ്പത്തെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജോസഫ് ഇല്ലില്ല. പുള്ളി റൈറ്ററാണ്. റൈറ്റ് ചെയ്ത സിനിമ. പുള്ളിയുടെ ആദ്യത്തെ സിനിമയാണ് ഞാൻ ഇപ്പൊ പറയാൻ പോണത്, ഇലവീഴ പൂജ. ആദ്യമായിട്ട് എഴുതി സംവിധാനം ചെയ്ത ആദ്യത്തെ സിനിമയാണ് ഇലവീഴ പൂഞ്ചിറ. അതിനെ കുറിച്ചാണ് ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത്. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സിനിമയിൽ അധികം ക്യാരക്ടേഴ്സ് ഒന്നും ഇല്ല. അങ്ങനെ എന്തോ 3-4 ക്യാരക്ടറുള്ളൂ. വെച്ചാൽ അതിലുള്ള ആ ഒരു ഇടുക്കിയില് ഒരു ഹിൽ സ്റ്റേഷനിൽ ഒരു ഹിൽ സ്റ്റേഷനിൽ ഒരു ടവർ ഉണ്ട്, മറ്റേ റേഡിയോ ടവർ എന്ന് പറയുന്നത്, പോലീസുകാരുടെ റേഡിയോ ടവർ ഉണ്ട്. അവിടെ നടക്കുന്ന ഒരു ഒരു സ്റ്റോറിയാണ് അവിടെ ശരിക്കും പറഞ്ഞത്. ഇത് ഫസ്റ്റ് നടക്കുന്ന ഒരു ക്രൈം കാണിച്ചിട്ടാണ് തുടങ്ങുന്നത്. ക്രൈം നടന്നു കഴിഞ്ഞിട്ടുള്ള അതിന്റെ അവിടുന്ന് തുടങ്ങുന്നത്. പിന്നെ കാണിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് എന്തായാലും നടക്കുന്ന എന്നുള്ള ഒരു സ്റ്റോറിയാണ് അവിടെ മൊത്തം കാണിക്കുന്നത്. അവിടെ മൊത്തം സൈലന്റ് ആയി. കൂടുതൽ സിനിമ കാണിക്കുന്നത് സൈലന്റിലാണ്. പക്ഷെ ആ സൈലന്റ് നമുക്ക് പേടി വരും, ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ ആ സിനിമയിൽ പോകുന്തോറും നമുക്ക് ചെറിയൊരു പേടിയൊക്കെ വരും. എന്താണ് ഇത് കാണിക്കുന്നത്, ഫസ്റ്റ് എന്താ കാണിച്ചത്, പിന്നെന്താ നടക്കുന്നത് എന്നുള്ളൊരു ചിന്താഗതി വരും. ഇതില് സൗബിനാണ് ഇതിനകത്ത് അഭിനയിച്ചിരുന്നത്. ഇതിന്റെ മെയിൻ ക്യാരക്ടർ സൗബിനും സുധി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മനസ്സിലായി. ഇവർ രണ്ടുപേരാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ളത്. ഇവർ രണ്ടുപേരും മാത്രമുള്ള ഇതിലായിട്ടുള്ളത്. അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർ രണ്ടുപേരും മികച്ച ഒരു അഭിനയം കാഴ്ച വെച്ച ഒരു സിനിമയാണ് ഇത്.